നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. രാശിസ്ഥിതി ഫലങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ആഴ്ചത്തെ ആദ്യം മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തികാര ഉൾപ്പെടുന്ന മേടൻ രാശി. ഗൃഹത്തിൽ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർത്ത് മുന്നോട്ട് പോകുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. കാരണം ഈ വാസ്തുദോഷങ്ങൾ കാണുന്നെങ്കിൽ അത് പല കാര്യങ്ങളെയും തടസ്സപ്പെടുത്തും. വിവാഹങ്ങൾ നീണ്ടുപോകും. തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ സെലക്ഷൻ ആയാലും വിളിക്കില്ല. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ലക്ഷ്മി സാന്നിധ്യക്കുറവ്, അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പൊതുവേ പറഞ്ഞാലെല്ലാം തടസ്സപ്പെട്ട് നീണ്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അതിന് ഗൃഹത്തിലെ വാസ്തുപൂജ ചെയ്ത് പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് ഉചിതമാണ്. കാലാകാലങ്ങളായിട്ടുണ്ടായിരിക്കുന്ന ശാപപാപ ബന്ധനങ്ങൾ മാറി കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം അനുകൂലമായിട്ട് നടക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുടുംബ ദേവാലയം, കുടുംബക്ഷേത്രം തെക്കത്, അവിടെ ചില മുടക്കങ്ങൾ, കടങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പ്രായശ്ചിത്തമായിട്ടുള്ള പരിഹാരക്രിയ, സമർപ്പണ പൂജയായിട്ടോ അത് ചെയ്ത് കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ വളരെ ഗുണമുണ്ടാകും. ചിലരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നേർച്ച വീഴ്ചകൾ, കടങ്ങൾ, കാളഹസ്തി പോവുക, തിരുപ്പതി പോവുക, മൂകാംബിക, ഗുരുവായൂർ, ഇങ്ങനെ പലതരത്തിലായിരിക്കാം. അല്ലെങ്കിൽ പള്ളിയിലെ നേർച്ച ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി അത് പരിഹരിച്ച് ഒരു വർഷത്തിനകത്തെങ്കിലും പോയി നമ്മുടെ പ്രാർത്ഥനയും സമർപ്പണവും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം. അതിന് സമയം കണ്ടെത്തണം. ഇവക തടസ്സങ്ങളും പ്രശ്നങ്ങളും കൂടുതൽ അധികരിച്ച് വരാതിരിക്കുന്നത് ശാസ്താവിന്, അയ്യപ്പന് തൊട്ടടുത്തുള്ള അമ്പലത്തിൽ എള്ളുകിഴി നീരാഞ്ജനം അഷ്ടനീരാഞ്ജനമായിട്ട് 8 ശനിയാഴ്ച ചെയ്യുന്നത് വളരെ വളരെ ഗുണമുണ്ടാകും. കാർത്തിക മുക്കാല്, രോഹിണി, മകയിരത്തര, ഇടവരാശി. ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ 10ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ നിൽക്കുന്ന വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചോളം എല്ലാവരിലില്ല, ചിലരിലെങ്കിലും ഒരു അലസത, മന്ദത, ഒരു സീരിയസ്നെസ് കുറവ് എന്ന് പറയാം. എപ്പോഴും നോക്കിയാലും പടി എന്ന് പറയണ്ട, ഞാൻ പഠിച്ചോളാം എന്ന് മാറ്റിവെക്കുന്ന സ്വഭാവം. പെട്ടെന്ന് ടെൻഷനും ദേഷ്യവും വരുന്ന സ്വഭാവം. മൊബൈൽ തന്നെയാണ് എപ്പോഴും ശ്രദ്ധയും കളിയും, ഭക്ഷണം കഴിക്കുമ്പം വരെ. ഇതിൻ്റെ ഇടയ്ക്ക് മുടി കൊഴിഞ്ഞ സങ്കടം, ഒരു കൂട്ടുകാരി മിണ്ടിയില്ലെങ്കിൽ ടെൻഷൻ, വണ്ണം വയ്ക്കുമെന്ന് പേടിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക. ചിലർക്കാണെങ്കിൽ ജിമ്മിൽ പോകണം, ടാറ്റു കുത്തണം, മുടി സ്പൈക്ക് ചെയ്യണം, ഇങ്ങനെ ഓരോരോ കാര്യം. അപ്പം അതൊന്നും വേണ്ട എന്നുള്ളതല്ല, പക്ഷേ നമ്മുടേതായിട്ടുള്ള ബോഡി ശ്രദ്ധയും എല്ലാ കാര്യങ്ങളും അനിവാര്യം തന്നെയാണ്. ഇവിടെ എല്ലാം നിസ്സാരമായിട്ട് അരമണിക്കൂർ കൊണ്ട് ഞാൻ പഠിച്ചോളാം എന്നുള്ള രീതിയിലുള്ള ഒരു നിസ്സാരവൽക്കരണം നമുക്ക് ദോഷമായിട്ട് വരും. അത് ചിലപ്പോൾ 1-2 പേപ്പറിനെ അത് ദോഷത്തിൽ ആ കരിയർ വരും, അല്ലെങ്കിൽ പാസ്സാകാതിരിക്കും. അത് മൊത്തത്തിൽ അത് ഫലത്തെ സ്വാധീനിക്കും. നഷ്ടവും കോട്ടവും നമുക്ക് തന്നെയാണ്. അത് കുറച്ച് ശ്രദ്ധിക്കണം. ശ്രീവിദ്യാ സരസ്വതി കവചം ധരിക്കുന്നത് വളരെ ഗുണവും, സാരസ്വത അരിഷ്ടം ജപിച്ച് കഴിക്കുന്നത് വളരെ നല്ല ഗുണമുണ്ടാകും. രണ്ടാമത്തെ കാര്യം, തിരുവാതിര, തൃക്കേട്ട, തിരുവോണം, ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള പ്രപ്പോസലുകൾ, വിവാഹ പ്രപ്പോസലുകൾ വന്നാൽ ശരിയായുള്ള പാപസാമ്യ പൊരുത്ത ചേർച്ച അനുകൂലമായില്ലെങ്കിൽ നാളെ അത് ബുദ്ധിമുട്ടുണ്ടാകും. സന്താന ഭാഗ്യവും മറ്റു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഡിലേ ആകാൻ സാധ്യത വളരെ കൂടുതലാണ്. ചില അഫെയർ, സ്നേഹബന്ധങ്ങൾ നടക്കാതെ നീണ്ടു പോകുന്നതിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഓരോന്നിനും ഓരോ സമയമുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ മാനസികമായിട്ട് കുറച്ചുകൂടെ ബലം കൊടുത്തേ പറ്റൂ, സ്ട്രോങ് ആയേ പറ്റൂ, തളരാൻ പാടില്ല എന്നുള്ളതാണ് സത്യം.
ഇവിടെയും ശ്രീസൂക്ത കവച മന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുന്നത് വളരെ അനുകൂല സ്ഥിതി ഉണ്ടാകും. മകയിരത്തര, തിരുവാതിര, പുണർതത്തിൽ, മുക്കാൽ മിഥുനരാശി. ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക്, ബിസിനസ്സുകാർക്ക് വളരെ നല്ല സമയം. മുടങ്ങിക്കിടക്കുന്ന ഇടപാടുകൾ നടക്കാനും കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബിൽഡേഴ്സ്, അതായത് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിൽക്കുന്നവർക്ക്, എൻജിനീയറിംഗ് വർക്ക് ചെയ്യുന്നവർക്ക് നല്ല 2-3 ഓപ്പർച്യൂണിറ്റി വരാനും അതിൽ മുന്നുണ്ടായ നഷ്ടങ്ങൾ നികത്തി മുന്നോട്ട് പോകാനുള്ള വഴിയും അനുകൂലമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ കൂടെ നിൽക്കുന്ന ചില ആൾക്കാരുടെ ശത്രുത അല്ലെങ്കിൽ പാരവയ്പ്പ്, പ്രതിസന്ധി ഉണ്ടാക്കുക, നമുക്ക് വരേണ്ട കാര്യങ്ങൾ തടസ്സപ്പെടുത്തുക എന്നുള്ള ചില പ്രശ്നങ്ങളുണ്ട്. കരുതലും ശ്രദ്ധയും നമുക്ക് അനിവാര്യമാണ്. ഇവിടെ സുദർശന കവച മന്ത്രം നമ്മുടെ പേഴ്സിലോ നമ്മുടെ മേശയ്ക്കകത്തോ വാഹനത്തിലോ സൂക്ഷിക്കുന്നത് ഉചിതമാണ്. ദൈവാധീനം അനുകൂലമായി കാര്യങ്ങൾ മുന്നോട്ട് പോയി വിജയിക്കാൻ മഹാസുദർശനത്തിന് അത്രത്തോളം പവർ, ശക്തിയുണ്ട്, യാതൊരു സംശയമാണ്. പുണർതത്തിൽ, കാൽ, പൂയം, ആയില്യം, കർക്കിടക രാശി. ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പറയണം. ഗൃഹത്തിലുണ്ടാകുന്ന ചില നെഗറ്റീവ് ലക്ഷണങ്ങൾ, നിരന്തരം ചില്ലൊടയുക, പടത്തിൻ്റെയോ അലമാരയുടെയോ മുഖം നോക്കണതോ ടീപ്പോയുടെയോ ജനലിൻ്റെയോ ആ ഉടഞ്ഞ ചില്ല് നമ്മൾ മാറ്റിയിടണം. ചില്ലൊടഞ്ഞിരിക്കുന്നത് ഒരു മൂദേവി ദോഷലക്ഷണമാണ്. അഗ്നി ദോഷം നിരന്തരം ഉണ്ടാകുക, അത് കിച്ചണിലോ വിളക്കേറ്റുന്ന സ്ഥലത്തോ കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ ഒക്കെ രീതിയിൽ അഗ്നിബന്ധനങ്ങൾ കാണുന്നു. അഗ്നി മൂലം ഉണ്ടാകണം. തിളച്ച വെള്ളം ശരീരത്തിൽ വീഴാൻ പോവുക, അരി വടിക്കുമ്പോഴോ ചായ എടുക്കുമ്പോഴൊക്കെ. അതൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാമ്പത്തികമായിട്ട് നമുക്ക് കിട്ടാനുള്ള സാമ്പത്തികങ്ങൾ നീണ്ടും നമ്മൾ ചില കണക്കൂട്ടുകൾ തെറ്റിപ്പോവും. വീണ്ടും പലിശയ്ക്ക് എടുക്കേണ്ട അവസ്ഥ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള ഇടപാടുകളും നീണ്ടും. പലരും വന്ന് നോക്കുന്നു, കാണുന്നു, ഇഷ്ടപ്പെടുന്നു, പിന്നെ ഒരു മറുപടിയില്ല. പിന്നെ ഇങ്ങനെയുള്ള കഷ്ട, ദുഃഖ, ദോഷ, നെഗറ്റീവ് ലക്ഷണങ്ങൾ ഒരുവിധം പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴി ദൈവാധീനത്തിൽ കൂടിയാണെങ്കിൽ അത് 11 ദിവസം ശിവഭഗവാന് ജലധാര പുഷ്പാഞ്ജലി ചെയ്ത് 11ാമത്തെ ദിവസം ഭഗവാന് നിവേദ്യവും കൂടി ചെയ്യണം. അടുത്തുള്ള ശിവൻ്റെ അമ്പലത്തിൽ 11 ദിവസം അത് മുടങ്ങാതെ ചെയ്യണം. വളരെ നല്ല മാറ്റം ഉണ്ടാകും. മകം, പൂരം, ഉത്രത്തിക്കാല്, ചിങ്ങരാശി. ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ ചില ശക്തികൾ നമ്മളെ തളർത്താനുള്ള തന്ത്രങ്ങൾ മെനയുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ, ജാഗ്രത കുറവുകൊണ്ട് നമുക്ക് നഷ്ടവും കോട്ടവും വരാൻ പാടില്ല. ചില സംഘടനാ കാര്യങ്ങളിൽ നിൽക്കുന്നവർക്ക് ഇത് വളരെയധികം ബാധകമാണ്. നമ്മളോടൊപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, സ്ഥാനമാനങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ വേട്ടയാടും. പൊളിറ്റിക്സ് മേഖലയിൽ നിൽക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഈ കരുതൽ അത്യന്താപേക്ഷിതം. ദൈവാധീനം അനുകൂലമായിട്ട് വരണം. മകം, പൂരം, ഉത്രത്തിക്കാലിനെ സംബന്ധിച്ചോളം 2 പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതിലൊന്ന്, ജാമ്യം നിൽക്കുന്നതിൽ നമ്മൾ പെട്ടു. ഏതെങ്കിലും കാര്യത്തിൽ ആർക്കെങ്കിലും ജാമ്യം നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ തലയിൽ വരുന്ന അവസ്ഥയുണ്ടാകും. വളരെ ശ്രദ്ധയോടുകൂടി വേണം. കടം കൊടുക്കുന്നതിലും നമ്മൾ പെട്ടു. സാമ്പത്തികം, സ്വർണം, ഇതൊക്കെ പെട്ടു. മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള ബ്ലോക്കുകളും വരും. അത്യാവശ്യം എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന, നിക്ഷേപിക്കുന്ന സാമ്പത്തികങ്ങൾ തിരികെ കിട്ടാൻ വൈകുമെന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. വല്ലാത്ത കഷ്ടവും ദുരിതം ഉണ്ടാകും എന്നുള്ളത് ആർക്കും പറഞ്ഞാലോട്ട് വിശ്വസിക്കുകയില്ല. അപ്പം ഇതിനെ മറികടന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകണം.
ഇവിടെ ലക്ഷ്മി സുദർശനം ഗൃഹത്തിൽ വെച്ചിട്ട് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കണം. ഭാഗ്യസ്ഥാനവും ലക്ഷ്മി സ്ഥാനവും നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ പറ്റും. ഉത്രത്തിമുക്കാൽ, അത്തം, ചിത്തിരത്തര, കന്നിരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ബന്ധു വഴി 2 പ്രപ്പോസൽ വന്നു. മോക്ക് വേണമെങ്കിൽ നോക്കാം, നല്ല പയ്യനാണ്, അല്ലെങ്കിൽ മകന് വേണമെങ്കിൽ നോക്കാം, നല്ല പെൺകുട്ടിയാണ്. ഈ തരത്തിൽ ബന്ധു വഴി വന്നിട്ടുള്ള പ്രപ്പോസൽ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അത് നല്ല ജാതക ചേർച്ച വേണം. അതുകൂടാതെ നെറ്റ് വഴിയോ മാട്രിമോണിയൽ വഴിയോ ഒരു പ്രപ്പോസൽ വന്നതും അവർ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നതും പിന്നെ അങ്ങോട്ട് ഒരു അനക്കമില്ല. ഇപ്പോൾ നമ്മുടെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ പയ്യനെ സംബന്ധിച്ചിടത്തോളം ഏജ് ഓവറായി വരുന്നു. അവരോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും കല്യാണങ്ങളും കഴിഞ്ഞ് കുട്ടികളാവുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വ്യഥ, പ്രത്യേകിച്ച് രക്ഷകർത്താക്കൾ വളരെ അധികരിച്ച് നിൽക്കും. ഇവിടെ ഈ വരുന്ന വൃശ്ചികത്തിനും മേടത്തിനും ഇടയ്ക്ക് വിവാഹകാര്യം അനുകൂലമായി നടക്കാനുള്ള യോഗമുണ്ട്. ശ്രീ പാർവതി സ്വയംവര ചക്രം ഗൃഹത്തിൽ വെച്ച് നെയ്വിളക്ക് കത്തിക്കണം. നല്ല ബന്ധം വരാനും ഉറയ്ക്കാനും ഈശ്വരാധീനം അനുകൂലമാകും, യാതൊരു സംശയമില്ല. തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് ന്യായമായിട്ടും കിട്ടേണ്ടതായിട്ടുള്ള പ്രമോഷൻ, സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ബ്ലോക്കായിരിക്കുന്നത് ആ തടസ്സം മാറി അനുകൂലമായിട്ട് വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് 1-2 കോക്കസിൻ്റെ കളി, അല്ലെങ്കിൽ ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മളെ വഴിപ്പെടാത്തതിൻ്റെ വാശി കൊണ്ട് നമ്മളെ ബലികേടാക്കിയിട്ടുള്ളത്. ഇതിനെ മറികടന്നേ പറ്റൂ. സസ്പെൻഷൻ, ട്രാൻസ്ഫർ തുടങ്ങിയിട്ടുള്ള ഭീഷണികൾ വരെ പൊളിറ്റിക്സും യൂണിയൻസും ഒക്കെ ഇതിൽപ്പെടും. പക്ഷെ നമ്മളതിൽ പെടാൻ പാടില്ല. അതിന് പരിഹാരമായിട്ട് ആഞ്ജനേയ സ്വാമിക്ക് 3 വ്യാഴാഴ്ച എങ്കിലും വെറ്റിലമാല ചാർത്തി പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷമാണ്. ചിത്തിരത്തര, ചോതി, വിശാഖത്തി, മുക്കാൽ, തുലാം രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ആരെ വിശ്വസിച്ചിട്ടുണ്ടോ, സഹായിച്ചിട്ടുണ്ടോ, സ്നേഹിച്ചിട്ടുണ്ടോ, അവിടെ നിന്നൊക്കെ പെട്ടെന്ന് നെഗറ്റീവ് ഉണ്ടാവാനും ബ്ലോക്ക് ഉണ്ടാവാനും, എന്തിനും മൊബൈൽ പോലും മെസ്സേജിന് പോലും മറുപടി ഇല്ലാത്ത അവസ്ഥയുണ്ടാവും. മനസ്സ് കുലുക്ഷിതമായിട്ട് കലങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. സമയദോഷത്തിൻ്റെ പ്രശ്നമാണ്. ചിലരുടെ തെറ്റിദ്ധാരണയും നുണയും പാരവയ്പും ഇതിൽപ്പെടും. പക്ഷെ നമ്മളിതിൽ പെട്ടു. പഠന സംബന്ധമായുള്ള കാര്യത്തിൽ നീറ്റ് അങ്ങനെയുള്ള എക്സാമിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരെ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം. കാരണം ചിലരുടെ അസൂയയും സ്വാർത്ഥ താല്പര്യങ്ങളും ദൃഷ്ടി വിരുദോഷങ്ങൾ കാരണം നമുക്ക് ഒരു വർഷം വീണ്ടും ലോസ് വരാൻ പാടില്ല. ഇതിന് വിദ്യാ കവചിത മന്ത്രം പൂജിച്ച് 11 ദിവസം നെയ്വിളക്ക് കത്തിക്കുന്നതോടൊപ്പം സാരസ്വത അരിഷ്ടം അത് ശിവക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് 21 ദിവസം കഴിക്കുന്നതും ഉചിതമായിട്ടുള്ള സമയമാണ്. ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. പുതുതായിട്ടുള്ള ബിസിനസ് സംരംഭങ്ങൾ ആരംഭിച്ച് മെച്ചമുണ്ടാകാൻ പറ്റിയ സമയമാണ്. അത് സിംഗിളായിട്ടാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അത് പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ അത് ജാതക ചേർച്ച ഉണ്ടെങ്കിൽ മാത്രമേ അത് പൊരുത്തപ്പെട്ട് പോകും. വിശാഖത്തിക്കാല അനിഴം തൃക്കേട്ട വൃശ്ചികരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ആഗ്രഹ നിവൃത്തി വരാതെ ദുർമൃതിപ്പെട്ട ശാപപാപ ബന്ധന ദോഷങ്ങൾ ലക്ഷ്മീനാരായണ പൂജ ചെയ്ത് ത്രിഭൂഷണത്തിൽ ചന്ദ്രക്കല, നാമം, താലി ഇതിൽ ഉപചാര ശുദ്ധി ചെയ്ത് ഭഗവതിക്കും ശിവനും വിഷ്ണു ഭഗവാനും സമർപ്പിച്ച് ആ വക ശാപപാപ ബന്ധനങ്ങൾ ഒഴിവാക്കിയെടുക്കുക. ഗൃഹത്തിൽ മൃത്യുഞ്ജയ പൂജ ചെയ്ത് അല്ലെങ്കിൽ മൃത്യുഞ്ജയ ഹോമമായിട്ട് ചെയ്ത് രോഗാലു ദുരിത ബന്ധന ദോഷങ്ങൾ തീർക്കുന്നത് വളരെ നല്ല സമയമാണ്. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അസ്വസ്ഥതയും രോഗവും കടുത്ത രീതിയിലല്ല. അതോടൊപ്പം വീഴ്ചകൾ പടി ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ തലചുറ്റിയോ വണ്ടിയെന്നോ, അപ്പം ആ വക ദുരിതങ്ങൾ, കഷ്ടതകൾ, പരീക്ഷണങ്ങൾ ഇനി മുന്നോട്ട് നമ്മളെ ബാധിക്കാൻ പാടില്ല. അപ്പം അതിന് മൃതസഞ്ജീവിനി കവചിത മന്ത്രം മൃത്യുഞ്ജയ ഹോമത്തിൽ ചെയ്ത് ഭഗവാന് ശിവഭഗവാന് തൃപ്തിപ്പെടുത്തുന്നത് വളരെ ഉചിതമായിട്ടുള്ള സമയമാണ്.
മൂലം, പൂരാടം, ഉത്രാടത്തിക്കാല്, ധനു രാശി. ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. വിവാഹ സംബന്ധമായിട്ടുള്ള നല്ല പ്രപ്പോസൽ വരാനും ഉറയ്ക്കാനും ഈശ്വരാധീനം കാണുന്നുണ്ട്. അതിൽ 2 ടെസ്റ്റ് ഇനി അങ്ങോട്ട് എഴുതാനുണ്ട്. അതിൽ PSCയുടെയോ റെയിൽവേയുടെയോ ഏതിൻ്റെ ആയിരുന്നാലും ശരി തന്നെ അതിലൊന്നൊരു സെലക്ട് ആവാനും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വിജയിച്ച് കയറാനും ഈശ്വരാധീനം കാണുന്നുണ്ട്. വിദേശത്ത് പോകാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക്, അത് പഠനത്തിനായിരുന്നാലും തൊഴിലിനായിരുന്നാലും ഏതിനായിരുന്നാലും അനുകൂല സമയമാണ്. പോയാൽ അത് നല്ല രീതിയിൽ അത് വിജയിച്ച് നമ്മുടെ കരിയറിലൊരു മാറ്റം അനുകൂലമാക്കി എടുക്കാൻ പറ്റും. ഇവിടെ രുദ്രേശ്വരി കവചിത മുദ്ര നമ്മുടെ പേഴ്സിലോ നമ്മുടെ ബാഗിലോ ഉണ്ടായിരുന്നാൽ തടസ്സങ്ങൾ മുന്നോട്ട് പോകാൻ ഈശ്വരാധീനം അനുകൂലമാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക അധിക ചെലവുകൾ കൂടി വരുന്ന സമയം. ഒരു അക്കൗണ്ടബിലിറ്റി ആയിട്ട് പോയില്ലെങ്കിൽ നമ്മൾ പെട്ടു. വീട് തന്നെ മാറണോ വേണ്ടയോ എന്ന് വരെ തോന്നിപ്പോകുന്ന സ്ഥിതിവിശേഷം വന്നുകൂടായികയില്ല. ഉത്രാടത്തിമുക്കാൽ, തിരുവോണം, അവിട്ടത്തര, മകരരാശി. ഗുണകരമായിട്ടുള്ള ഒരു സാമ്പത്തിക നിലയിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് നിൽപ്പുണ്ട്. കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ മാറി നമുക്ക് അനുകൂലമായിട്ട് വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി താല്പര്യപ്പെടുന്നവർക്ക് 3 മാസത്തിനകത്ത് തന്നെ അതിൻ്റെ ഈശ്വരാധീനം പോസിറ്റീവായിട്ട് വരാനുള്ള സന്തോഷം കാണുന്നുണ്ട്. ഇവിടെ മറ്റ് തടസ്സങ്ങൾ വരാതിരിക്കാൻ ശിവശക്തിക്ക്, ഗൗരീശൻ, ശിവനും ശക്തിയുമുള്ള അമ്പലത്തിൽ പുഷ്പാഞ്ജലി 3 വെള്ളിയാഴ്ചയോ തിങ്കളാഴ്ചയോ ചെയ്യുന്നത് വളരെ വിശേഷം. ശിവനും ഭഗവതിക്കും ചെയ്യണം. തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ മുന്നോട്ട് വരാനുള്ള ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ വരും. ഉന്നത വിദ്യാഭ്യാസത്തെ പരീക്ഷാ വേളയിൽ ടെൻഷൻ, അസ്വസ്ഥത എന്നെ കൊണ്ട് പറ്റുമോ ഇല്ല എന്നുള്ളതാണ്. ഇവിടെയും ശിവശക്തിക്ക് രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ നല്ലത്. ശിവഭഗവാന് ജലധാര ചെയ്യുന്നത് വളരെ വിശേഷമായി. അവിട്ടത്തര, ചതയം, പുരുരുട്ടാതി, മുക്കാല്, കുംഭരാശി. ഈശ്വരാധീനം ഗുണകരമായിട്ട് അനുകൂലമായിട്ടുണ്ട്. ഇവിടെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോകുമ്പോൾ സൂര്യൻ്റെ, ഗുരുവിൻ്റെ, വ്യാഴത്തിൻ്റെ, ശുക്രൻ്റെ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ലക്ഷ്യപ്രാപ്തിയിലെത്തി കാര്യവിജയത്തിന് അനുകൂലമുണ്ടാകും, യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ പിതൃപൂജകൾ മുടങ്ങിയത് ചെയ്ത് തിലഹോമം അമ്പലത്തിൽ പോയി ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. കുടുംബക്ഷേത്രത്തിൽ അതിൻ്റെ പരിഹാര പ്രായശ്ചിത്തങ്ങൾ ചെയ്ത് അവിടുത്തെ അനുഗ്രഹം വാങ്ങിക്കഴിഞ്ഞാൽ വിവാഹ തടസ്സം മാറുക, കാര്യങ്ങൾ അനുകൂലമായിട്ട് നടക്കുക, സന്താന ഭാഗ്യത്തിനുള്ള തടസ്സം നീങ്ങി സന്താന ഭാഗ്യയോഗം അനുകൂലമാകുക തുടങ്ങിയ കാര്യമാണ്. തൊഴിൽ മേഖലയിൽ ന്യായമായിട്ടുള്ള പ്രമോഷനും സ്ഥലം മാറ്റവും പ്രതീക്ഷിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള മാറ്റം അനുകൂലമായിട്ട് നമുക്ക് കിട്ടാനും നടക്കാനുമുള്ള സാഹചര്യം കാണുന്നുണ്ട്. വീട്ടിനകത്ത് ചില അസ്വസ്ഥതകളും പ്രശ്നങ്ങളും, ചില കാര്യത്തിൽ അപവാദങ്ങളും, അനാവശ്യമായിട്ടുള്ള അപവാദങ്ങൾ, അത് ചിലരുടെ ഭാഗത്തുനിന്ന് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന അപവാദങ്ങൾ. കാരണം ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുക്കളും പുറത്തുള്ള ശത്രുക്കളും പണ്ടേ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അത് ഒരു 3 മാസമെങ്കിലും ശ്രദ്ധിക്കണം. ഇവിടെ അഷ്ടനീരാഞ്ജനം ശാസ്താവിന് എള്ളുകിഴി നീരാഞ്ജനം 8 ശനിയാഴ്ചയായിട്ട് ചെയ്യുന്നത് ഉചിതമായിട്ട് സമയമാണ്. പൊരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി, മീനം രാശി. ഈശ്വരാധീനം അനുകൂലം തന്നെയാണ്. ഇവിടെ വീട് മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ്. ഗൃഹയോഗം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് ലോണോ മറ്റു കാര്യങ്ങളോ ആവശ്യകത ഉണ്ടെങ്കിൽ അനുകൂലമായി കിട്ടുന്ന സമയവും മുന്നോട്ട് പോകാനും പറ്റും. വാഹനം ചേഞ്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ്. വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ സ്വന്തക്കാർ വഴിയും നെറ്റ് വഴിയോ മാട്രിമോണിയൽ വഴിയും പ്രപ്പോസൽ വരാനും
അത് അനുകൂലമായിട്ട് നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. അതോടൊപ്പം വിദ്യാഭ്യാസ കാര്യത്തിന് വേണ്ടി വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ്. ചില മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് വിദേശത്ത്, അത് നിർത്തി വരേണ്ട ചില പ്രശ്നങ്ങൾ, ഏജ് ഓവറിൻ്റെയും ഓവർ എക്സ്പീരിയൻസിൻ്റെയും പ്രശ്നം, അത് നമ്മളെ ബാധിക്കാൻ, അത് ചില ഷഫ്ലിങ്ങിൻ്റെ പേരിൽ നമ്മൾ ബലിയാടാകാനും പുറത്താകാനുള്ള സാധ്യത വളരെ കരുതൽ വേണമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിനെ മറികടന്ന് മുന്നോട്ട് പോകണം. അത് ഉഗ്ര നരസിംഹ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ ഗുണം ചെയ്യും. ഉഗ്ര നരസിംഹ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ ഗുണകരമാവും. മറ്റൊരു പ്രത്യേകതയായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള മാറ്റം ഉണ്ടാകും. IT മേഖലയിൽ നിൽക്കുന്നവർക്ക് 1-2 ഓപ്പർച്യൂണിറ്റി വിദേശത്ത് പോകുന്നതിന് വേണ്ടിയിട്ടുള്ളതും ഉൾപ്പെടെ അനുകൂലമായിട്ട് വരാനും നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ സക്സസ് ആവാനും ഈശ്വരാധീനം കാണുന്നുണ്ട്. ഇവിടെയും ശിവഭഗവാന് തടസ്സങ്ങൾ മാറാൻ വേണ്ടി 5 തിങ്കളാഴ്ചയെങ്കിലും ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഈ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ സ്വന്തം കാര്യം മാറ്റി വെച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ ഭയങ്കര താല്പര്യമുള്ളവരാണ്. അതിനെ ചൊല്ലി വീട്ടിനകത്ത് സംസാരവും വിഷയങ്ങളും ഉണ്ടാകും. നാട്ടുകാർക്കും കൂട്ടുകാർക്കും സമയമില്ലാത്ത ഉണ്ടാക്കി ഓടുന്നു, ചിലവാക്കുന്നു. നമ്മുടെ സ്വന്തം കാര്യത്തിന് സമയവും സാമ്പത്തികവും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്നാൽ നമ്മളെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ഈ ഒരു തിരിച്ചറിവ് നമ്മൾ പലപ്പോഴും ഉണ്ടായി പറ്റൂ. ഈശ്വരാധീനം വളരെ അനുകൂലമാണ്. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച. നമസ്കാരം.